ഒരുപാട് മണിക്കൂറുകളോളം സ്പെൻഡ് ചെയ്ത് പഠിച്ചിട്ടും പഠിച്ചതൊന്നും തന്നെ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ കയ്യിൽ ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്, പക്ഷേ ഏതൊക്കെ പഠിച്ചു തീർക്കാനുള്ള സമയം കിട്ടുമെന്നറിയില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണോ നിങ്ങൾ? വെൽ, യു ആർ ഇൻ ദ റൈറ്റ് പ്ലേസ്. കാരണം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സം പ്രൂവൻ സ്ട്രാറ്റജീസ് ടു ഹെൽപ്പ് യു സ്റ്റഡി എനിത്തിങ് ഫാസ്റ്റർ ആൻഡ് സ്മാർട്ടർ. അപ്പോൾ ഈ പറയാൻ പോകുന്ന ടിപ്സ് ദാറ്റ് വിൽ ഹെൽപ്പ് ടു സേവ് യുവർ ടൈം ആൻഡ് ബൂസ്റ്റ് യുവർ റിസൾട്ട്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. യൂസ് മൾട്ടി സെൻസറി ലേണിംഗ്. എന്താണ് ഈ മൾട്ടി സെൻസറി ലേണിംഗ് എന്നുള്ളത് മനസ്സിലായോ? അതായത് നമ്മൾ ഈ മൾട്ടി സെൻസസ് യൂസ് ചെയ്ത് പഠിക്കുന്ന സമയത്ത് അത് നമ്മുടെ പഠനം കൂടുതൽ ഫാസ്റ്റ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ചുമ്മാ നോട്ട്സും ടെക്സ്റ്റും ഒക്കെ ഇങ്ങനെ വായിച്ചു പോകുന്നതിന് പകരമായിട്ട് നമ്മുടെ മൾട്ടി സെൻസസിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്, ലേണിംഗ് മെത്തേഡ്സ്. അതിനെയാണ് ഈ മൾട്ടി സെൻസറി ലേണിംഗ് എന്ന് പറയുന്നത്. ഇനി ഈ മൾട്ടി സെൻസറി ലേണിങ്ങിനകത്ത് വരുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്പർ 1, വാച്ചിങ് വീഡിയോസ് ഓർ ട്യൂട്ടോറിയൽസ്. ഈ ഒരു മെത്തേഡ് നമ്മുടെ വിഷ്വൽ ആൻഡ് ഓഡിറ്ററി സെൻസസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇന്ന് നമുക്ക് ഒരുപാടധികം പ്ലാറ്റ്ഫോമുകൾ, ഒരുപാട് ക്ലാസ്സുകളും ട്യൂട്ടോറിയൽസൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. എസ്പെഷ്യലി യൂട്യൂബിലൊക്കെ ആണെങ്കിൽ തന്നെ ഒരുപാട് നല്ല ടീച്ചേഴ്സിൻ്റെ അടിപൊളി ക്ലാസ്സുകൾ അവൈലബിൾ ആണ് ഓരോ ടോപ്പിക്സിനെ കുറിച്ചും. സോ അങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ കാണാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഈ ഒരു ബുക്ക് വായിച്ചുകൊണ്ട് അല്ലെങ്കിൽ നോട്ടോ ടെക്സ്റ്റോ മാത്രം വായിച്ചുകൊണ്ടിരിക്കുന്നതിന് പകരമായിട്ട് ഇത്തരം ക്ലാസ്സുകൾ കൂടി കേൾക്കാനായിട്ട് ശ്രമിക്കുക. അത് നമ്മുടെ ഈ പറഞ്ഞ വിഷ്വൽ ആൻഡ് ഓഡിറ്ററി സെൻസിനെ ആക്ടിവേറ്റ് ചെയ്യും. നമ്മൾ ആ പഠിച്ച കാര്യങ്ങൾ നല്ല രീതിയിൽ ഓർത്ത് വെക്കാനും ഒപ്പം പഠനം കുറച്ചുകൂടെ ഈസിയർ ആക്കാൻ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഫാസ്റ്റ് ആക്കാൻ കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ വാച്ചിങ് വീഡിയോസ് ഓർ ട്യൂട്ടോറിയൽസ്. നമ്പർ 2, ഡ്രോയിങ് ഡയഗ്രാംസ് ഓർ മൈൻഡ് മാപ്സ്. ആൻഡ് ഈ ഒരു മെത്തേഡിലൂടെ നമ്മുടെ വിഷ്വൽ ആൻഡ് കിനസ്തെറ്റിക് സെൻസ് ആക്റ്റീവ് ആവുന്നുണ്ട്. വിഷ്വൽ സെൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം. ഈ കിനസ്തെറ്റിക് സെൻസ് എന്ന് പറയുന്നത് പലർക്കും അറിയുന്നുണ്ടാവില്ല. ഈ ഫിസിക്കൽ സെൻസിനെ തന്നെയാണ് നമ്മൾ ഈ കിനസ്തെറ്റിക് സെൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബോഡിയുടെ ആ ഒരു മൂവ്മെൻറ്റ് ഫീൽ ചെയ്യാനുള്ള അല്ലെങ്കിൽ ടച്ച് ഫീൽ ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റിയാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളിവിടെ പഠിച്ച ഒരു കാര്യത്തെ ബേസ് ചെയ്തുകൊണ്ട് ഒരു മൈൻഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ ഒരു ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഒക്കെ ഈ പറഞ്ഞ കിനസ്തെറ്റിക് സെൻസ് അഥവാ ഫിസിക്കൽ സെൻസും അതുപോലെ തന്നെ നമ്മുടെ വിഷ്വൽ സെൻസൊക്കെ ആക്റ്റീവ് ആവുകയാണ്. സോ അത് നമ്മൾ പഠനം കുറച്ചുകൂടെ എളുപ്പമാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഫാസ്റ്റർ ആക്കാൻ വേണ്ടി ഒപ്പം നമ്മൾ പഠിച്ച കാര്യം മറന്നു പോകാണ്ടിരിക്കാൻ ഒരുപാട് കാലത്തേക്ക് ഓർത്ത് വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ട്രൈ ടു ഡ്രോ മൈൻഡ് മാപ്സ് ആൻഡ് ഡയഗ്രാംസ്. നമ്പർ 3, ലിസണിങ് ടു ഓഡിയോ നോട്ട്സ് ഓർ പോഡ്കാസ്റ്റ്. ഈ മെത്തേഡ് നിങ്ങളുടെ ഓഡിറ്ററി സെൻസിനെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളതുമായിട്ടുള്ളൊരു മെത്തേഡാണ്. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പഠിച്ച ആ നോട്ട്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങളുടെ ഫോണിനകത്ത് റെക്കോർഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ എപ്പോഴൊക്കെയാണോ ഫ്രീ ആയിട്ടിരിക്കുന്നത് ആ സമയത്ത് ഈ ഓഡിയോസ് കേട്ട് നോക്കുക. അതിലൂടെ നിങ്ങളുടെ ഓഡിറ്ററി സെൻസ് കൂടുതൽ ആക്റ്റീവ് ആവുകയും നിങ്ങൾ പഠിക്കുന്ന കാര്യമുണ്ടല്ലോ ആ ഒരു കോൺസെപ്റ്റ് അത് ഈസി ആയിട്ട് പഠിക്കാൻ സാധിക്കുകയും മാത്രമല്ല അത് ഒരുപാട് കാലത്തേക്ക് ഓർത്ത് വെക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുകയും ചെയ്യും. സോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു വീഡിയോക്കകത്ത് എന്താണ് ഈ മൾട്ടി സെൻസറി ലേണിംഗ് എന്നുള്ളതും അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന 3 ഡിഫറെൻറ്റ് മെത്തേഡ്സുകളും നമ്മൾ ഡിസ്കസ് ചെയ്തു. അതായത് നിങ്ങളുടെ വിഷ്വൽ, ഓഡിറ്ററി ആൻഡ് കിനസ്തെറ്റിക് സെൻസ്, ഈ 3 സെൻസസിനെയും ആക്റ്റീവ് ആക്കുന്നത് വഴി യു ക്രിയേറ്റ് എ സ്ട്രോങ് ന്യൂറൽ കണക്ഷൻ. ആൻഡ് അത് നിങ്ങളുടെ പഠനത്തെ കൂടുതൽ എഫക്റ്റീവ് ആക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഫാസ്റ്റ് ആക്കാൻ വേണ്ടി ഒപ്പം ആ പഠിച്ച കാര്യം കൂടുതൽ കാലത്തേക്ക് ഓർത്ത് വെക്കാനും കൂടി സാധിക്കുന്നുണ്ട്. സോ ട്രൈ ടു യൂസ് മൾട്ടി സെൻസറി ലേണിംഗ്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആയിട്ടുണ്ട് അല്ലെങ്കിൽ എഫക്റ്റീവ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.